നമ്മൾ മലയാളികൾ പലപ്പോഴും അഭിമാനത്തോടും ആവേശത്തോടും പറയുന്ന ഒന്നുണ്ട്. ഐശ്വര്യത്തിന്റെ പ്രതീകവുമായ ആറന്മുള കണ്ണാടി നമ്മുടെ കേരളത്തിലാണ് നിർമ്മിക്കുന്നതെന്ന്. പലപ്പോഴും വിദേശികൾ അടക്കമുള്ള നമ്മുടെ അതിഥികൾക്ക് ഈ ആറന്മുള കണ്ണാടി സമ്മാനമായി നൽകാറുമുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത് ആറന്മുള കണ്ണാടിയെക്കുറിച്ചല്ല കേട്ടോ. ലോകത്തിലെ തന്നെ വലിയ ഒരു കണ്ണാടിയെക്കുറിച്ചാണ്, അതും പ്രകൃതി നിർമ്മിച്ചത്. അതിശയം തോന്നുന്നുണ്ടല്ലേ? അപ്പോ ആ കണ്ണാടി എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്തമായ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണാടി എന്ന് വിശേഷണമുള്ള ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ. തെക്കു പടിഞ്ഞാറൻ ബൊളീവിയയിലെ പൊട്ടോസിയയിലെ ഡാനിയൻ കമ്പോസ് പ്രവിശ്യയിലെ സലാർഡിനിയയിലാണ് ഈ പ്രകൃതിദത്തമായ കണ്ണാടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് 10,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിറച്ചും ഉപ്പ് അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലമാണ്. നോക്കത്താ ദൂരത്തോളം ഉപ്പുമണൽ പരന്നു കിടക്കുന്ന ഇവിടെ ഏകദേശം 11 ബില്യൺ ടൺ ഉപ്പ് ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. 1 ബില്യൺ എന്നാൽ 100 കോടി. അതാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എത്രമാത്രം ഉപ്പ് ശേഖരത്തിൽ നിബിഡിതമാണ് ഇവിടമെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സലാർഡിയുനി എന്നത് പൂർണ്ണമായും പരന്നു കിടക്കുന്ന ഒരു സമതല ഭൂപ്രദേശമാണ്. കൂടാതെ ബൊളീവിയയിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. മാത്രമല്ല, US ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം 9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപം കൂടിയുള്ള ഭൂവിഭാഗം കൂടിയാണ് ഇത്. ലോകത്തിലെ തന്നെ ലിഥിയം ശേഖരണങ്ങളുടെ 50% മുതൽ 70% വരെയുള്ളത് ഇവിടെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ചരിത്രാതീത കാലത്തെ ഒരു തടാകത്തിലാണ് ഈ കൂറ്റൻ ഉപ്പ് മണൽത്തിട്ട രൂപം കൊണ്ടത് എന്നാണ് ഗവേഷകർ പറയുന്നത്. 30,000 മുതൽ 42,000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂപ്രദേശം മഞ്ചിൽ എന്ന തടാകത്തിന്റെ ഭാഗമായിരുന്നു. ചരിത്രാതീത കാലത്ത് തന്നെ നിരവധി തടാകങ്ങൾ ഇവിടെ രൂപപ്പെടുകയും അപ്രതീക്ഷിതമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനവും ആദ്യം അപ്രതീക്ഷിതമായതുമായ തടാകമാണ് മഞ്ചിൻ എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിരവധി ചെറുതും വലുതുമായ തടാകങ്ങളുമുണ്ട്. മഞ്ചിൻ തടാകമായിരുന്ന കാലത്ത് ഇതിലെ ജലത്തിൽ ലവണത്തിന്റെ അംശം വളരെ കൂടുതൽ ആയിരുന്നു. കാലാവസ്ഥയിലുണ്ടായ മാറ്റം നിമിത്തം ഈ തടാകം വറ്റി വരണ്ട് ഉപ്പുമണൽത്തിട്ടയായതാകാം എന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. തീർത്തും വറ്റി വരേണ്ട കാലാവസ്ഥയാണ് ഇപ്പോൾ സലാർഡിയുനിയിൽ ഉള്ളത്. നവംബർ മുതൽ ജനുവരി വരെ താപനില 31 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് ഇവിടെ. വലിയ അളവിൽ ലിഥിയം സൂക്ഷിക്കുന്നതിനോടൊപ്പം ഭൂപ്രകൃതിയിലും സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ ഈ ഉപ്പ് മൺതിട്ടകൾ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നു. ഒരു കണ്ണാടി പോലെ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത കണ്ണാടി.